മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഓരോരുത്തരെയും യേശുവിന്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വർഷങ്ങളായി കിടപ്പരോഗികളായി കഴിയുന്നവര്, സഹനപ്പൂക്കളായി വിവിധമായ സ്ഥലങ്ങളിൽ കട്ടിലിലും വീൽ ചെയറിലും ഒക്കെ ഇരിക്കുന്നവര്, നാളുകളായി ഒരു കട്ടിലോ കിടക്കയോ ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെട്ട് ഈ പ്രയർ ലൈനിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവര്, അവരുടെ അടുത്തിലേക്ക്, അവരുടെ കട്ടിലിന്റെ അടുത്തേക്ക് നിങ്ങൾ ഇരുന്ന് വചനം ശ്രവിക്കുന്ന മുറിയിലേക്ക് വചനമാകുന്ന ഈശോ കടന്നു വരികയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. മനസ്സ് തകർന്ന് ഇനി ഒരു ജീവിതമില്ല എന്ന് കരുതി കിടപ്പിലായവരുടെ അടുത്തേക്ക് യേശു വന്ന് പറയുന്നു, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. നമ്മുടെ ഒരു പുഞ്ചിരിയിലൂടെ, ശാന്തവും സൗമ്യവുമായ സംസാരത്തിലൂടെ എത്രയോ ജീവിതങ്ങളെയാണ് നമ്മൾ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ശ്രദ്ധയോടെയുള്ള ഒരു കേൾവിയിലൂടെ, സ്നേഹപൂർവമായ ഒരു നോട്ടത്തിലൂടെ ഇനിയും എത്രയോ ജീവിതങ്ങളെയാണ് നമുക്ക് ശക്തിപ്പെടുത്താനും രക്ഷിക്കാനും സാധിക്കുക. മനസ്സറിഞ്ഞ് ഒരു കൊച്ചു സഹായത്തിലൂടെ, ഒരു സ്നേഹാന്വേഷണത്തിലൂടെ എത്രയോ ജീവിതങ്ങൾ നമ്മുടെ സാന്നിധ്യം കുതിക്കുന്നുണ്ട്. ഹൃദയസ്പർശിയായ ഒരു വാക്കുമതി അല്ലേ ജീവിതമാകെ മാറി മറിയും. പരിശുദ്ധനായ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും കിടപ്പ് രോഗികളിൽ ഇന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കിടപ്പ് രോഗികളായി കളിക്കളത്തിൽ കളിച്ചപ്പോഴുണ്ടായിരുന്ന അപകടം മൂലമായി തളർവാദ രോഗികളായി കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ലിഗ്മെന്റ് പൊട്ടിയവര്, അങ്ങനെ കിടപ്പിലായവര്, പരസഹായത്തിൽ മാത്രം കഴിയുന്നവർ യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കട്ടെ. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ലൊടിഞ്ഞ് കട്ടിൽ കിടക്കുന്നവർ, മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് എഴുന്നേൽക്കാൻ പറ്റാതെ കട്ടിൽ കഴിഞ്ഞുകൂടുന്നവർ, വിവിധങ്ങളായ അപകടത്തിൽപ്പെട്ട് കൈകാലുകൾ തളർന്നു പോയവർ, കുഴഞ്ഞു വീണപ്പോൾ ശരീരത്തിന്റെ എല്ലുകൾ ഒടിഞ്ഞവർ, ഇങ്ങനെ എത്രയോ പേർ കട്ടിലിലും കസേരയിൽ ഇപ്പോൾ കഴിയുന്നു. രക്തക്കുഴൽ പൊട്ടി രക്തം കട്ടപിടിച്ച് മസിൽസ് കോൺട്രാക്ഷൻ മൂലമായിട്ട് കൈകൾ അനക്കുവാനോ ചലിപ്പിക്കാനോ പറ്റാത്തവർ, അവരുടെ പക്കലേക്ക് യേശു കടന്നു വന്ന് പറയുന്നു, എഴുന്നേൽക്കുക. In the name of Jesus Christ, I command you, Satan, you get out. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ യോഗ്യതയാൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയാൽ 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 5.5 ലക്ഷം വരുന്ന വൈദികരുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു വലിയ സമൂഹം പ്രാർത്ഥിക്കുന്നുണ്ട്. കിടപ്പ് രോഗികളായി കഴിയുന്നവർ, നടപ്പ് രോഗികളായി കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും കർത്താവിനെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.